ദിവ്യ ഉണ്ണിയും സംഘാടകരും സംഘടിപ്പിച്ച മൃദംഗനാദം പരിപാടിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത് എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ കുട്ടികളുടെ കയ്യിൽ നിന്നും 3500-4000 രൂപ വാങ്ങിയത് പോകെ വസ്ത്രത്തിന് 1600 രൂപ വാങ്ങിയിട്ട് അതിലും വമ്പൻ തട്ടിപ്പാണ് നടത്തിയത്. ദിവ്യ ഉണ്ണി തന്നെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിരുന്നു, അതായത് 12000 കുട്ടികൾക്ക് വേണ്ടി വസ്ത്രം നൽകിയത് കല്യാൺ സിൽക്സ് ആണ് എന്ന്. പക്ഷേ സംഭവം കല്യാൺ സിൽക്സിൽ നിന്ന് തന്നെ സാരി എടുത്തെങ്കിലും ഒരു സാരിക്ക് ഏകദേശം വരുന്ന വില, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ഏകദേശം വരുന്ന വില 390 രൂപ മാത്രമാണ്. പക്ഷേ കുട്ടികളുടെ കയ്യിൽ നിന്നും ഈടാക്കിയതാവട്ടെ 1600 രൂപയും. അതായത് ഏകദേശം 1,40,30,000 രൂപ അടുപ്പിച്ചാണ് വസ്ത്രം വഴി ദിവ്യ ഉണ്ണിയും സംഘാടകരും തട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴിതാ കല്യാൺ സിൽക്സ് തന്നെ ഇതിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചൂഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ അതൃപ്തി ഉണ്ടെന്നാണ് കല്യാൺ സിൽക്സ് പറയുന്നത്. മൃദംഗനാഥം സംഘാടകർ 12,500 സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പക്ഷേ കല്യാൺ സിൽക്സ് നിർമ്മിച്ച് നൽകിയ സാരിക്ക് ഈടാക്കിയത് വെറും 390 രൂപ മാത്രമാണെന്നുമാണ് ടെക്സ്റ്റൈൽസിന്റെ കമ്പനി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ 390 രൂപയ്ക്ക് 1600 രൂപയാണ് നർത്തകരിൽ നിന്നും സംഘാടകർ ഈടാക്കിയതെന്ന് പരിപാടിക്ക് ശേഷമാണ് തങ്ങൾ അറിയുന്നതെന്നും കല്യാൺ സിൽക്സ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത്രയും രൂപ വാങ്ങി ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് വരെ തരാമെന്ന് പറഞ്ഞ് പോരാത്തതിന് വസ്ത്രത്തിന്റെ പേരിലും ഏകദേശം 1,40,00,000 രൂപ വെട്ടിച്ച് ദിവ്യ ഉണ്ണിക്കും സംഘാടകർക്കുമെതിരെ തീർച്ചയായും നടപടിയെടുക്കണമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.